ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു പുഴയുടെ അടുത്ത് ഫാമിലിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഷെർലക് ഹോംസിന്റെ അനിയത്തിയെ കാണാതാവുന്നു. അവന്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടി ആ ഒരു അനിയത്തി തേടി കണ്ടുപിടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഒരാൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ അത് ഷെർലക് ഹോംസ് ആയിരുന്നു. പിന്നെ കാണിക്കുന്നത് അവിടെയുള്ള ഷെർലക് ഹോംസ് അവന്റെ ചേട്ടൻ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു തടിയനുമായി ഫൈറ്റിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഷെർലക് ഹോംസ്. അയാളുടെ കൈ കൊണ്ട് ചാവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഏട്ടൻ വന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അവര് നേരെ പോകുന്നത് കോടതിക്കായിരുന്നു. ജഡ്ജി പറയുന്നു, പഠിക്കുന്നവരൊന്നും വെറുതെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ഒന്നും ചെയ്യില്ല. നീ എന്താ പഠിച്ചിരുന്നേ എന്ന് ചോദിക്കുന്നു. ഞാൻ പോക്കറ്റ് അടിക്കാനാണ് പഠിച്ചത് എന്ന് പറഞ്ഞതും അവിടെ ഉള്ളവരൊക്കെ ചിരിക്കുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നും. ഞാൻ അവരുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുകയും അത് തിരികെ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ കഷ്ടമായിട്ടുള്ളത് ആ പോക്കറ്റ് അടിക്കുന്നതിനും അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്നതാണ് കഷ്ടം. ഒരു ദിവസം ഒരാൾ എന്നെ കള്ളെന്ന് പറയുകയും അവരെന്നെ ഈ ജയിലിൽ കൊണ്ട് അടക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ നീ ആ പേഴ്സൊക്കെ തിരിച്ചു കൊടുക്കുന്നേ എന്ന് ജഡ്ജി ചോദിക്കുന്നു. എനിക്ക് പേഴ്സ് എടുക്കുന്നതിൽ മാത്രമേ ത്രില്ലുള്ളൂ എന്ന് പറയുന്നു. ഇവനെ ഔട്ട്സൈഡിലേക്ക് നാട് കടത്താൻ വേണ്ടി ജഡ്ജി പറയുന്നു. അതിനൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ ഷെർലക് ഹോംസ് അവിടെ നിന്ന് പറയുന്നതും ജഡ്ജിന് ദേഷ്യം വരുന്നുണ്ട്. ഇവരെന്തൊക്കെയോ സെക്ഷനൊക്കെ പറയുന്നുണ്ട്. അവിടെ ഉള്ളവര് ഇവന്റെ ഈ കോമഡി കേട്ടി അവിടെ നിന്ന് ചിരിക്കുന്നു. കോടതിയെ അപമാനിച്ചതിനാൽ 2 മാസം ശിക്ഷയും പിന്നെയും നീട്ടി. ഇവൻ വായെടുക്കാത്തത് കൊണ്ട് ജഡ്ജി 2 മാസത്തിൽ നിന്ന് 3 മാസത്തിലേക്കായി. പിന്നെയും 6 മാസത്തിലേക്ക് ശിക്ഷയായി കൊടുക്കുന്നു. വായൊന്ന് അടച്ചു തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാണിക്കുന്നത് ഒരു അടിപൊളിയായ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇപ്പോ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട്. അത് കണ്ട് അവന്റെ ബ്രദർ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഈ ഒരു താടിക്കുള്ളിൽ ഒരു സുന്ദരക്കുട്ടപ്പൻ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന്. എന്തൊക്കെയായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ജയിലില്. പൂച്ചയും പുഴുവൊക്കെ ഉണ്ടാവും, പക്ഷേ അവിടുത്തെ വൈൻ അതൊരു രക്ഷയില്ല. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഷെർലക് ഹോംസ് അവന്റെ ബ്രദറായ മൈക്രോഫ്റ്റിനോട് പറയുന്നു. ഞാനിപ്പോൾ സന്തോഷത്തിലാണ്. സിവിൽ സർവീസിൽ നല്ലൊരു ജോബ് എനിക്കുണ്ട്. കുറച്ച് ദിവസത്തേക്കായിരിക്കും, അല്ല ലൈഫ് ലോങ് ആയിട്ടാണ് എന്ന് പറയുന്നു. അത് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മൈക്രോഫ്റ്റ് ഷെർലക് ഹോംസിനോട് പറയുന്നു. വേഗം റെഡിയാവ്, നമുക്ക് അമ്മയെ പോയി കാണാം എന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഷെർലക് ഹോംസിന്റെ ബ്രദർ പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കണ്ടുവച്ചിരുന്നു. ഓക്സ്ഫോർഡിൽ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, നമുക്ക് അടുത്തായി അങ്ങോട്ട് പോവാം എന്ന് പറയുന്നു. അമ്മയെ കണ്ടതും അമ്മ അവൻ്റെ സുഖവിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു, അത് നീ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതൊക്കെ ആരോ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് എന്നൊക്കെ അവൻ്റെ അമ്മ പിച്ചുമ്പയും പറയുന്നു. ഷെർലക് ഹോംസിന്റെ അമ്മയ്ക്ക് മെന്റലി എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അവിടെ കൊണ്ടാക്കിയിട്ടുള്ളത്. ആദ്യത്തെ സീനിൽ പറഞ്ഞില്ലേ അവൻ്റെ അനിയത്തിയെ ഉണ്ടായിരുന്നു, അവളെ കാണാതായി എന്നൊക്കെ. ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം അവര് ഇങ്ങനെയാ. ആ ഒരു സമയം തന്നെ അവൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എനിക്കൊരു സത്യം ചെയ്തു തരണം, നീ ഒരു പ്രശ്നത്തിലും പോയി പെടരുത് എന്ന് പറഞ്ഞ്. അതിനെന്താ, ഞാൻ തരാലോ എന്ന് പറഞ്ഞ് സത്യമെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പോകുന്നത് ആ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കാണ്. അവിടെ പോയതും അവിടെ ഫ്രണ്ടിൽ തന്നെ ഇവരെ വെയിറ്റ് ചെയ്ത് ആൾക്കാരുണ്ടായിരുന്നു. ഷെർലക് ഹോംസ് ഇത് നിനക്കാണ് എന്ന് പറഞ്ഞ് ഒരു കോട്ട് എടുത്തു കൊടുക്കുന്നു. അപ്പോഴാണ് കാര്യത്തിന്റെ സ്ഥിതി മനസ്സിലാവുന്നത്. ബ്രദറായ മൈക്രോഫ്റ്റ് അവന് മുട്ടം പണി കൊടുത്തതായിരുന്നു. ഞാനിവിടെ സ്റ്റുഡൻ്റ് അല്ലേ, അല്ല നീ ഇവിടെ വോളണ്ടിയർ ആണ് എന്ന് ആ ബാക്കിലുള്ള ആള് പറയുന്നു. എനിക്കിവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, സമയമൊന്നുമില്ല, വേഗം വാ, നമുക്ക് കക്കൂസ് കഴുകാൻ പോവാനുണ്ട് എന്ന് പറയുന്നു. മൈക്രോഫ്റ്റ് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ചൈനീസ് രാജകുമാരി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വരുന്നതാണ്. ആ ഒരു സമയം തന്നെ കുതിരപ്പുറത്തുനിന്ന് കുറെ ആളുകൾ വന്ന് അവളുടെ അച്ഛന്റെ ഉടമ്പടി തട്ടിക്കൊണ്ടുപോകുന്നു. രാജ്ഞിയുടെ ഒന്നിച്ചുണ്ടായിരുന്ന ആളെയും കൊല്ലുന്നുണ്ട്. എന്നിട്ട് രാജ്ഞിയെ തട്ടിക്കൊണ്ടുപോകുന്നു. രാജ്ഞി അവരുടെ കയ്യിൽ നിന്ന് ഫൈറ്റൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നു. ഷെർലക് ഹോംസിന് പണിയോ പണി. ടേബിൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രൊഫസർ പറയുന്നുണ്ട്, നീ അതൊന്നും എടുത്തു വെക്കണ്ട എന്നൊക്കെ. അല്ല, അത് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. അവിടെ ഒരു മാത്തമാറ്റിക്സിന്റെ ബുക്ക് കാണുന്നു. ഇത് ഞാൻ വായിച്ചിട്ട് തന്നാ പോരെ എന്ന് ചോദിക്കുന്നു. ഓക്കെ, എനിക്ക് വിരോധമൊന്നുമില്ല, നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രൊഫസർ ഷെർലക് ഹോംസിന് ആ ബുക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചൈനീസ് രാജ്ഞിന്റെ റൂമിൽ പോയിട്ട് പെട്ടിയൊക്കെ വെച്ച് സഹായിക്കുന്നുണ്ട്. അവര് ചൈനീസ് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അവിടെ പ്രൊഫസറും അവിടെ ഉണ്ടായിരുന്ന ആളുകളും വെച്ച് ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ മൈക്രോഫ്റ്റ്, അതായത് നമ്മളെ ഷെർലക് ഹോംസിന്റെ ബ്രദർ അങ്ങോട്ട് വരുന്നുണ്ട്. ഷെർലക് ഹോംസ് അവന്റെ ബ്രദറായ മൈക്രോഫ്റ്റിനെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്.
നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്ക് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അടുത്തിരിക്കുന്ന ആ ഒരു പ്രൊഫസർ ശ്രദ്ധിക്കുന്നു. നീ എന്താ അവനെ ഇത്രയ്ക്കും കെയർ ചെയ്യുന്നേ എന്ന് പറയുമ്പോൾ ഷെർലക് ഹോംസ് പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരേ ഒരു ബ്രദറാണ് എന്ന്. പിന്നെ നീ എങ്ങനെയാ ഇങ്ങോട്ടെത്തി എന്ന് പറയുന്നു. ഞാൻ ജയിലിലാണ് ഉണ്ടായിരുന്നത്, ഞാനൊരു കളവ് ചെയ്തു, അതുകൊണ്ട് എന്നെ പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെ പറഞ്ഞ് കഥ പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നതാണ്. അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ടബേന്ന് നമ്മൾ ഷെർലക് ഹോംസ് പറയുന്നുണ്ട്. ആ ഇത് ശരിയാ, ആരാ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഷെർലക് ഹോംസ് എന്ന് പറയുന്നു. അവിടെയുള്ളവർക്ക് നാളെ ചെയ്തു വരാൻ ഹോംവർക്കൊക്കെ കൊടുക്കുന്നു. അത് എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കുന്ന സമയം ഒരു പയ്യൻ വന്ന് ആ ഒരു കണക്ക് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൊല്യൂഷൻ ഒന്നും റിയൽ അല്ല, ഇതൊക്കെ ഇമാജിനറി ആണെന്ന് ഷെർലക് ഹോംസിന് പറഞ്ഞു കൊടുക്കുന്നു. ആ പ്രൊഫസറിന്റെ പോക്കറ്റ് വാച്ച് എങ്ങനെയുണ്ട്, ശരിയുണ്ടോ എന്ന് ഷെർലക് ഹോംസിനോട് ചോദിക്കുന്നു. ഈ ഒരു പയ്യൻ നേരത്തെ അവൻ്റെ ബ്രദറിനെയും ആ ഒരു പ്രൊഫസറെയും കെയർ ചെയ്യുമ്പോൾ ഇവൻ ഷെർലക് ഹോംസിനെ വാച്ച് ചെയ്തിരുന്നു. ആ ഒരു സമയം തന്നെ ഷെർലക് ഹോംസ് ആ ഒരു പ്രൊഫസറിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരു വാച്ച് അടിച്ചു മാറ്റിയിരുന്നു. ഹായ്, ഐ എം ജെയിംസ് മുരിയാട്ടി. അവൻ ഷെർലക് ഹോംസിന് ഷേക്കാൻ കൊടുക്കുന്നു. രണ്ടുപേരും പിന്നീട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നു. ഇവർ രണ്ടുപേരും ഇൻവൈറ്റ് ചെയ്യാത്ത ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നെ ഇൻവൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഷെർലക് ഹോംസ് പറയുന്നു. ആരെയാ പിന്നെ ചെയ്തേ, എന്നെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങിച്ചിട്ട് ഇപ്പൊ തരാം എന്ന് പറഞ്ഞ് നോക്കുന്നു. ആരെങ്കിലും ചോദിച്ചാ എന്തെങ്കിലും പറയണ്ടേ. ആ ഫംഗ്ഷൻ തുടങ്ങിയതും അതിൻ്റെ അകത്ത് നിന്ന് ഇവരെ കൈയോടെ പൊക്കുന്നുണ്ട്. നിങ്ങളെ ആരാ ക്ഷണിച്ചത്? എന്നെ ആരും ക്ഷണിച്ചില്ല, പക്ഷെ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട്. അവസാനം അവിടെ അടിയും പിടിയായി ഫൈറ്റൊക്കെ ആയി അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി അവർ എത്തിപ്പെട്ടത് ആ ഒരു ലൈബ്രറിക്കായിരുന്നു. അവിടെ നിന്ന് ഷെർലക് ഹോംസ് ആ ഒരു ചൈനീസ് പ്രിൻസസിൻ്റെ അവളുടെ അച്ഛൻ്റെ ഉടമ്പടി അത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആർക്ക്? ആ ഷെർലക് ഹോംസിൻ്റെ പുതിയ ഫ്രണ്ടിന്. ഇത് 5th സെഞ്ച്വറിയിലെ BC-യിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ്റെ അടുത്തും ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു എന്ന് ഷെർലക് ഹോംസിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ഇതൊരു 1 കോടിക്കടുത്ത് പോവും, ഇത് നമുക്ക് മറിച്ച് വിറ്റാലോ എന്ന് ഷെർലക് ഹോംസിനോട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നീ എക്സ്പെർട്ട് അല്ലേ, നീ തന്നെ ഇത് ചെയ്തോ എന്ന് പറയുന്നു. എനിക്കതിനിപ്പോൾ മൂടില്ല എന്ന് പറഞ്ഞ് ഷെർലക് ഹോംസ് അത് എടുത്തെടുത്ത് അതുപോലെ തന്നെ വെക്കുന്നു. അടുത്ത ദിവസം പ്രൊഫസർ വന്നിട്ട് അത് നീ എടുത്തതാണെന്ന് ഇപ്പം തന്നെ സമ്മതിച്ചോ എന്ന് പറയുന്നു. പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ നോക്കിയ ആ ഒരു ചെയിൻ പ്രിൻസസിൻ്റെ ആ ഒരു ഉടമ്പടിയില്ലേ, അതവിടുന്ന് കാണാതായിട്ടുണ്ട്. ഇപ്പോൾ അത് എങ്ങനെ കാണാതായെന്ന് ഷെർലക് ഹോംസിന് അറിയില്ല. അവൻ പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഓടിപ്പോകുന്നുണ്ട്. അവന് റൂമിലെത്തിയതും നീ ഇന്നലെ പറഞ്ഞില്ലേ ആ ഒരു ഉടമ്പടി, അത് നീ എടുത്തായിരുന്നോ എന്ന് ഷെർലക് ഹോംസ് ചോദിക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടൊന്നുമില്ല, എൻ്റെ സ്കോളർഷിപ്പ് കട്ടായി, എനിക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് പറയുന്നു. ഒന്നാമത് അവൻ സാഡായിട്ടിരിക്കുകയാണ്. വരാം, ഞാൻ എൻ്റെ ബ്രദറിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഷെർലക് ഹോംസ് അവിടുന്ന് പോകുന്നു. ബ്രദറായിട്ട് സംസാരിക്കുമ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല, എടുക്കാതെ എങ്ങനെയാണ് ഞാൻ എടുത്തെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ വഴക്കാവുന്നു. ഈ ഒരു സമയം തന്നെ പോലീസുകാർ ഇവനെ വന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അവൻ്റെ ബ്രദർ സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, സ്റ്റോപ്പ്, ഞാനൊരു കോൺസ്റ്റബിൾ ആണ് എന്ന് പറയുന്നു. യൂണിഫോം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കോൺസ്റ്റബിൾ ആണെന്ന് എന്ന് മാസ് ഡയലോഗിൽ ഷെർലക് ഹോംസിൻ്റെ ബ്രദർ പറയുന്നുണ്ട്. ഷെർലക് ഹോംസ് മാസ് ആണെങ്കിൽ ബ്രദർ മരണമാസാണ്. ഞാൻ മജിസ്ട്രി ഫോറിൻ ഓഫീസറാണ് എന്ന് പറഞ്ഞതും ഈ ഒരു കേസ് ഡിറ്റക്റ്റീവിന് വിട്ടുന്നതായിരിക്കാം നല്ലത് എന്നൊക്കെ പറയുന്നു. അവൻ്റെ ബ്രദർ ഉണ്ടായതുകൊണ്ട് ഷെർലക് ഹോംസിനെ അറസ്റ്റ് ചെയ്യാതെ പോകുന്നുണ്ട്. ഇവൻ്റെ ഫ്രണ്ടും കൂടി നേരെ പോകുന്നത് ലൈബ്രറിക്കായിരുന്നു. അവിടെ പോകുമ്പോൾ പ്രിൻസസും അങ്ങോട്ട് വരുന്നു. ജനൽ പൊളിച്ചിട്ടാണ് കള്ളനകത്തോട്ട് വന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. കാൽപാദങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ എന്തിനാണ് ലൈബ്രറി വന്ന് ഇതെടുത്തുകൊണ്ട് പോയി എന്ന് തലങ്ങും വില്ലുമില്ലാതെ ഇവർ ആലോചിക്കുന്ന സമയം അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. ഒരു പ്രൊഫസറും ഉണ്ട് ഒന്നിച്ച്. അവിടെ നിന്ന് പ്രൊഫസർ പറയുന്നുണ്ട്, ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഇവിടുന്ന് എന്ന് പറയും. രാജ്ഞി പറയുന്നു, എൻ്റെ അച്ഛൻ്റെ ഉടമ്പടിയാണ് കാണാതായത്, അതുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നു. ഷെർലക് ഹോംസ് പറയുന്നു, ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. അപ്പോൾ തന്നെ ഷെർലക് ഹോംസിൻ്റെ ബ്രദർ പറയുന്നുണ്ട്, ഇവിടെ ഒരു തെളിവില്ല എന്ന്. ആ ഒരു സമയം 10:06 ആ ഒരു കള്ളൻ ഇതിൻ്റെ അകത്തേക്ക് വന്നത് എന്ന് ഷെർലക് ഹോംസ് പറയുന്നു. പ്രൊഫസർ ചോദിക്കുന്നുണ്ട് ഷെർലക് ഹോംസിനോട്, അത് നിനക്ക് എങ്ങനെ അറിയാം? അവൻ അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു ക്ലോക്ക് താഴെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു ക്ലോക്കിലെ സമയം നിന്ന് പോയി. പണ്ടേ അറിയാലോ ഷെർലക് ഹോംസ് ബ്രില്യൻ്റ് ആണെന്ന്. ആ ഒരു പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ട് പോകുന്നില്ല.
ആ നേരത്തെ പറഞ്ഞ കാൽപാദമില്ലേ, ആ ഒരു കാൽപാദത്തെ പിന്തുടർന്ന് ഇവർ നേരെ പോയി ചെല്ലുന്നത് ഒരു പുഴയുടെ അരികിലായിരുന്നു. അവിടെ കരയിൽ ഒരു തോണി അടുപ്പിച്ചിരുന്നു. ആ തോണിയിൽ നിന്ന് അക്കരയ്ക്ക് അവർ പോകുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട്. അങ്ങോട്ട് പോകുന്നതും അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുതിരവണ്ടി കേടായിരിക്കുകയാണ്, അത് ശരിയാക്കാൻ ആരെങ്കിലും ഉണ്ടാവോ ഇവിടെ? ആളുണ്ട്, പക്ഷെ അവർ വീട്ടിലേക്ക് പോയിട്ടുള്ളതാ, നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അവിടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്ന സമയം അവിടെ ഒരു വയലിൻ വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവർ ഇവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തു പോയതും അത് പിന്തുടർന്ന് ഷെർലക് ഹോംസ് പോകുന്നു. ഷെർലക് ഹോംസ് വെറുതെ നിന്ന് അവിടെ ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ അയാൾ വന്ന് ഷെർലക് ഹോംസിന് തലക്കിട്ടടിക്കുന്നു. അയാളുടെ ഷോൾഡറിലാകട്ടെ രാജ്ഞിയുടെ അച്ഛൻ്റെ ആ ഒരു ഉടമ്പടിയുടെ ആ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. നല്ലോണം ഷെർലക് ഹോംസിന് മൂക്കിലിട്ട് അടി കൊടുക്കുന്നുണ്ട്, ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. അവസാനം ആ ഒരു കള്ളൻ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഓടിപ്പോകുന്നു. അവനെ പിടിക്കാൻ വേണ്ടി ഷെർലക് ഹോംസും അവൻ്റെ ഫ്രണ്ടും ആ ഒരു കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. ഇനിയെങ്കിലും നീ മൂക്കിന് അടി കൊള്ളുന്നത് എങ്ങനെയെങ്കിലും നിർത്താൻ പഠിക്കണം എന്ന് ഷെർലക് ഹോംസിന്റെ ഫ്രണ്ട് അഡ്വൈസ് ചെയ്യുന്നു. ആ ഒരു സമയത്തിന് ഷെർലക് ഹോംസ് എന്ന് ഓർമ്മ വരുന്നു. അവൻ അവൻ ആരോ വെയിറ്റ് ചെയ്തിരുന്നു എന്നെ ഇടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്. ആരെയായിരിക്കും എന്ന് ഷെർലക് ഹോംസ് പറയും. അവനത് ഒരു ഇമാജിനറി പോലെ കാണുന്നുണ്ട്. കാടിനുള്ളിൽ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഇവർ രണ്ടുപേരും പോകും. അവിടെയാണ് ആ ഒരു കള്ളൻ ഒളിച്ചിരിക്കുന്നത്. ആ കള്ളൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ കൺഫ്യൂഷനിലാണ്, നിന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്യണോ അല്ല നിന്റെ കാൽ കെട്ടി ഷൂട്ട് ചെയ്യണോ എന്ന് പറഞ്ഞ് ഷെർലക് ഹോംസിനോട് ചോദിക്കുന്നു. ഞാൻ എന്തായാലും കൺഫ്യൂഷനില്ല, നീ പറ, നിന്റെ കാലാണോ അല്ല തലയാണോ എന്ന്. ഷെർലക് ഹോംസ് പറയുന്നുണ്ട്, ഞാനും കൺഫ്യൂഷനില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്ക് എന്ന് പറഞ്ഞത് തിരിഞ്ഞതും അവൻ്റെ ഫ്രണ്ട് തലയ്ക്കാന്ന് പറഞ്ഞ് ഒറ്റയടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഉടമ്പടിയുടെ അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒന്നുമില്ല. ആരോ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ആർക്കോ ഓക്സ്ഫോർഡിൽ നമ്മളിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവർ വിചാരിക്കുന്നു. ആ ഒരു തോണിയുടെ അടുത്ത് 2 കാൽപാദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വന്നത് ഒരാളായിരിക്കാം എന്ന് പറയുന്നു. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു കമ്പി പുറത്തു നിന്നല്ല വളച്ചതെന്ന്, അകത്തു നിന്ന് വളച്ച് അത് പുറത്തു നിന്ന് വളച്ചതുപോലെ ആക്കി വെച്ചിരിക്കുന്നതാണെന്ന്. ഇന്ന് ഒരു പ്രൊഫസറിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു ഫംഗ്ഷനിൽ ആരംഭിക്കാൻ പോവുകയാണ്. ആ ഒരു സമയം ഫ്രണ്ടും കൂടി ഷെർലക് ഹോംസ് സംഭവം നടന്ന ആ ഒരു ലൈബ്രറിയിലേക്ക് പിന്നെയും പോകുന്നു. അവര് അവിടെ പോയി സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഉടമ്പടി അവിടെ തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട്. കള്ളൻ ഈ ഒരു ഉടമ്പടി അവനെ കാണാതെ പോയതുപോലെ ഒളിപ്പിച്ചു വെച്ച് ലൈബ്രറിൻ്റെ അകത്ത് എന്തോ ചെയ്തിരുന്നു. അത് എന്താണെന്ന് അവർക്കറിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവർ രണ്ടുപേരും. ഈ ഒരു ക്യാബിനറ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കാണാതെയായി. അതെവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അവർ ആലോചിക്കുന്നുണ്ട്. ഷെർലക് ഹോംസ് പറയുന്നുണ്ട്, 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ലൈബ്രറി ആവുന്നതിന് മുമ്പ് ഈ ഒരു റൂം എന്തായിരുന്നു എന്ന്. ഒരു ബാങ്ക് ഹോൾഡർ ആയിരുന്നു എന്ന് ഷെർലക് ഹോംസിന്റെ ഫ്രണ്ട് പറയുന്നു. അപ്പോൾ ഇവിടെ 5 കോറിഡോർ ഉണ്ടാവും. എല്ലാത്തിനും ഒരു സിംഗിൾ പലക വെച്ചിട്ട് മൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ അതൊക്കെ എവിടെയാണെന്ന് ഇവർ തിരയുന്നു. അവർ അവസാനം അത് കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് കൂടി പോകുമ്പോൾ അതിൻ്റെ അകത്ത് ആ ക്യാബിനറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ഡോറും അവരെടുത്തു നോക്കുന്നു. ആദ്യത്തിൻ്റെ അകത്ത് ഒരു മിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു മിഷൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എന്തോ ഒരു സംഭവം. മൂന്നാമത്തതിലാണെങ്കിൽ ഒരു ക്ലോക്കും. നാലാമത്തത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബോംബ്. ഇതെന്തിനാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാപ്പിടി കേൾക്കുന്നു. ആ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു പ്രൊഫസറിൻ്റെ ഫംഗ്ഷൻ, അവിടെ നിന്നായിരുന്നു ആ ഒരു ക്ലാപ്പടി. 19 മിനിറ്റ് ബാക്കിയുള്ളൂ. അവിടെ നിന്ന് ഓടിപ്പോയി അവരോട് പറയാനൊന്നും സമയമില്ല. കയ്യിലുള്ള ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ആ ഒരു ചുമര് തകർക്കുക, അവരോട് കാര്യം പറയുക എന്നത് മാത്രമാണ്. അവര് ആ ഒരു ചുമര് തകർക്കുന്നുണ്ട്. ചുമര് തകർത്ത് ആ ഒരു പ്രൊഫസറോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബോംബ് വെച്ചിട്ടുണ്ട്, ആരെ ബോംബ് വെക്കാൻ എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ ഷെർലക് ഹോംസിന്റെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട്, ഓ നിങ്ങളിങ്ങനെ മെല്ലെ സംസാരിച്ചാൽ എങ്ങനെയാ, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞ് അല്ലറി പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് ഒറ്റ ഓട്ടം, തലങ്ങും വിലങ്ങും ഇല്ലാതെ പുറത്തോട്ട് ഓടുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഒരു ബോംബ് പൊട്ടുന്നുണ്ട്. അന്ന് രാത്രി ഷെർലക് ഹോംസും അവന്റെ ഫ്രണ്ടും നടന്നു പോകുന്നു. അപ്പോൾ ഷെർലക് ഹോംസ് ഒരു ലേഡിയെ കാണുന്നു. ആ ഒരു ലേഡി ഷെർലക് ഹോംസിനെ തന്നെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ റൂമിൽ പോയി രണ്ടുപേരും ഡ്രിങ്ക്സ് എല്ലാം അടിക്കുന്നുണ്ട്. പോയി കിട്ടിയ ആ ഒരു സ്കോളർഷിപ്പും തിരിച്ചു കിട്ടി, കള്ളനെന്ന പേരും പോയി കിട്ടി, ബോംബ് കണ്ടുപിടിച്ചോണ്ടേ. പക്ഷേ ഷെർലക് ഹോംസിന് ഒരു ഹാപ്പി ഇല്ല. എന്തെന്ന് വെച്ചാൽ ആരാ ഇതൊക്കെ ചെയ്തതെന്ന് അവന് ഇതുവരെയായി കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഒരു സമയം അവരുടെ ഡോറ് ആരോ കൊട്ടുന്നുണ്ട്. അത് പ്രിൻസസ് ആയിരുന്നു.
അവളുടെ അച്ഛൻ്റെ ഉടമ്പടി കണ്ടുപിടിച്ചതുകൊണ്ട് അവൾ താങ്ക്സ് പറയാൻ വന്നതായിരുന്നു. എനിക്കും ഒരു ഗ്ലാസ് ഡ്രിങ്ക് കിട്ടുമോ എന്ന് പറയുന്നുണ്ട്. അവർ ഡ്രിങ്ക് കഴിക്കുന്ന സമയത്ത് ഷെർലക് ഹോംസിനോട് അവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പുറത്തോട്ട് പോകുന്നു എന്ന്. സംഭവം വേറൊന്നുമല്ല, പ്രിൻസസിന് നമ്മളുടെ ഷെർലക് ഹോംസിനോട് ചെറുതായി ഒരു ക്രഷൊക്കെ ഉണ്ട്. ആ ഇൻവെസ്റ്റിഗേഷന് പോയ സമയത്ത് തന്നെ പ്രിൻസസ് ഷെർലക് ഹോംസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു മാത്സ് ക്ലാസ്സിൽ വന്നിട്ട് നീ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഷെർലക് ഹോംസ് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നല്ല, എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവുന്നുണ്ട്. ഈ ഒരു സമയം അവർ രണ്ടുപേരും മാത്രം അവിടെ ഉണ്ടാവുന്നു. അവർ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നുണ്ട്. രാജ്ഞി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മുറിവ് ക്ലീൻ ചെയ്ത് തരാമെന്ന്. ആ ഒരു സമയം ഷെർലക് ഹോംസിന് അവൻ്റെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പിന്നെയും വരുന്നു. പിന്നീട് അവനത് ഓർത്ത് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ പോലീസുകാർ വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവൻ്റെ മുഖത്ത് മൊത്തം ബ്ലഡാണ്. അവന് ഇപ്പോൾ ആ പോലീസുകാർ വന്ന് പിടിച്ചിരിക്കുന്നത് ഷെർലക് ഹോംസ് പ്രൊഫസർ ചാൾസ് ഡാംസിനെ കൊന്നു എന്ന് പറഞ്ഞാണ് പിടിച്ചിരിക്കുന്നത്. എന്താ സംഭവം ഒന്നും അറിയില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ബൈ.